2025 മാർച്ച് മാസം 3 അമേരിക്കയിലെ പെൻസിൽവേനിയ സംസ്ഥാനത്ത് പിറ്റ്സ്ബർഗ് സിറ്റിയിൽ സമയം രാവിലെ 6 മണിയോട് അടുക്കുകയായിരുന്നു. അവിടെയുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിൽ 20 വയസ്സുള്ള സുദീക്ഷ എന്ന പെൺകുട്ടി അവളുടെ 5 റൂംമേറ്റും ഒരുമിച്ച് ഒരു ട്രാവൽ ബാഗിൽ വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്യുകയായിരുന്നു. ഈ സമയമായിരുന്നു സുദീക്ഷയുടെ പാന്റ് പോക്കറ്റിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ റിങ് ചെയ്തത്. ആരാണ് വിളിക്കുന്നതെന്നറിയാനായി ഫോൺ എടുത്ത് നോക്കി. അത് അമ്മയായിരുന്നു. ഉടൻ തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. പോകാൻ തയ്യാറായോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ അതെ, തയ്യാറായി. അടുത്ത 30 മിനിറ്റിൽ വിമാനത്താവളത്തിൽ എത്തുമെന്നും അവൾ പറഞ്ഞു. ശരി, നന്നായി പോയിട്ട് വാ. അവിടെ എത്തിയതിനു ശേഷം എന്നെ വിളിക്ക്. ശരി, ബായ് എന്ന് പറഞ്ഞ് ആ അമ്മ കോള് കട്ട് ചെയ്തു. എന്നാൽ അടുത്ത് സംഭവിക്കാൻ പോകുന്ന ക്രൂരമായ സംഭവത്തെക്കുറിച്ച് ആ അമ്മ അറിഞ്ഞിരുന്നില്ല. അടുത്തിടെ അമേരിക്കയെ മാത്രം അല്ല, ഇന്ത്യയിൽ പോലും വൈറലായ ഒരു കേസ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് സുദീക്ഷയുടെ കേസ് നമ്മെ പോലും ഞെട്ടിപ്പിക്കും. സത്യത്തിൽ എന്തവൾക്ക് സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഡിസംബർ മാസം 13 ഇന്ത്യയിലെ ആഗ്രയിൽ സുബ്ബാരായിഡു ശ്രീദേവി ദമ്പതികളുടെ ആദ്യ മകളായി സുദീക്ഷ ജനിച്ചു. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന അവളുടെ അച്ഛൻ അടുത്ത 1.5 വർഷത്തിൽ അമേരിക്കയിലേക്ക് ജോയിൻ ചെയ്യേണ്ട ഒരു അവസരം ലഭിച്ചു. അങ്ങനെ 2006 അവളുടെ മാതാപിതാക്കൾ അവളെയും കൊണ്ട് അമേരിക്കയിൽ വെർജീനിയയിൽ സ്ഥിരതാമസമാക്കി. അടുത്ത കുറച്ചു വർഷത്തിൽ അവൾക്ക് ഒരു സഹോദരിയും സഹോദരനും ജനിച്ചു. അങ്ങനെ അതേ വെർജീനിയ സ്റ്റേറ്റിൽ തോമസ് ജെഫേഴ്സൺ സ്കൂളിൽ ഇവർ പഠിക്കുകയും ചെയ്തു. സ്കൂളിൽ പഠിക്കുക, വീട്ടിൽ സഹോദരന്മാരോടൊപ്പം കളിക്കുക, അവധിക്കാലത്ത് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുക, ഇങ്ങനെ അവളുടെ ജീവിതം വളരെ സുഖമായി തന്നെ മുന്നോട്ട് പോയി. വർഷങ്ങൾ കടന്നുപോയി. സുദീക്ഷ തന്റെ ഹൈസ്കൂൾ പൂർത്തിയാക്കി. അടുത്ത മെഡിസിൻ പഠിക്കാൻ അവൾ തീരുമാനിച്ചു. പക്ഷേ അമേരിക്കയിൽ മെഡിസിൻ പഠിക്കാൻ അവൾ ഒരു പ്രീ മെഡിസിൻ കോഴ്സ് പൂർത്തിയാക്കണം. അതായത് മെഡിസിൻ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു UG ബിരുദം പൂർത്തിയാക്കണം. അങ്ങനെ അവൾ വെർജീനിയയിൽ നിന്നും 350 കിലോമീറ്റർ അകലെയുള്ള പിറ്റ്സ്ബർഗ് സർവകലാശാലയിൽ അവൾ ബയോകെമിസ്ട്രി കോഴ്സിന് ജോയിൻ ചെയ്തു. യൂണിവേഴ്സിറ്റി അവളുടെ വീട്ടിൽ നിന്ന് വളരെ അകലെയായതിനാൽ അവൾ പിറ്റ്സ്ബർഗ് സിറ്റിയിൽ തന്നെ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ സുദീക്ഷ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ സമ്മർ ഹോളിഡേയ്സ് വരുന്നു. 2025 ഫെബ്രുവരി മാസത്തിൽ അവൾ തന്റെ സുഹൃത്തുക്കളുമായി ആ വേനൽക്കാലം എങ്ങനെ ചിലവഴിക്കാം എന്ന് പദ്ധതിയിടാൻ തുടങ്ങി. അപ്പോഴാണ് അവർ ഡൊമിനിക്കൻ റിപ്പബ്ലിക് ദ്വീപ് സന്ദർശിക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം അവളുടെ കുടുംബത്തെയും അവൾ അറിയിച്ചു. ഇതിനകം സുദീക്ഷ തന്റെ സുഹൃത്തുക്കളോടൊപ്പം വെക്കേഷൻസ് എൻജോയ് ചെയ്യാൻ പോയിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഈ ഒരു യാത്രയ്ക്കും മാതാപിതാക്കൾ ഓക്കെ പറഞ്ഞു. പിന്നീടായിരുന്നു ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ അവൾ ഹോസ്റ്റലിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകുന്നു. വിമാനം കയറി ഡൊമിനിക്കനിലെ ഒരു പ്രശസ്തമായ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് എത്തി. പൂണ്ടാഗാന സിറ്റിയിലെത്തി. ഇപ്പോൾ അവിടെയുള്ള റിയോ റിപ്പബ്ലിക് ഹോട്ടലിൽ ഒരു മുറി ബുക്ക് ചെയ്ത് താമസിച്ചു. തന്റെ കൂടെ ഉണ്ടായിരുന്ന ഗേൾ ഫ്രണ്ട്സുമായി ചേർന്ന് അവൾ ആ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാനും തുടങ്ങി. എന്നാൽ 3-ാം ദിവസം, അതായത് മാർച്ച് മാസം 6-ാം തീയതി, ഏതൊരു രക്ഷിതാവും മകളെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, സുദീക്ഷയുടെ മാതാപിതാക്കൾ അത്തരം ഒരു കാര്യം കേട്ടു. അതെ, അവധിക്കാലം ആഘോഷിക്കാൻ പോയി സുദീക്ഷയെ കാണാനില്ല. ഈ ഒരു വാർത്ത അവളുടെ സുഹൃത്തുക്കൾ വഴി മാതാപിതാക്കൾ അറിഞ്ഞു. അടുത്ത സെക്കൻഡ് തന്നെ അവർ ഫ്ലൈറ്റ് കയറി. സുദീക്ഷ ഉണ്ടായിരുന്ന അതേ ഹോട്ടലിലേക്ക് എത്തി. അവൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് അവളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു. അതിൽ അവർ അറിഞ്ഞ കാര്യങ്ങൾ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. സുദീക്ഷ അവിടെ എത്തിയ ആദ്യ ദിവസം തന്നെ അതേ ഹോട്ടലിൽ താമസിച്ചിരുന്ന 22 വയസ്സുള്ള 2 അമേരിക്കൻ യങ്സ്റ്റേഴ്സുമായി പരിചയപ്പെടുന്നു. പ്രത്യേകിച്ച് ജോഷുവ സ്റ്റീവൻ എന്നയാളുമായി സുദീക്ഷ വളരെ നന്നായി തന്നെ സംസാരിച്ചു. കൂടാതെ അവളും അവളുടെ സുഹൃത്തുക്കളും ഈ അമേരിക്കൻ യങ്സ്റ്റേഴ്സുമായി ചേർന്ന് ആ സ്ഥലമെല്ലാം സന്ദർശിക്കാൻ തീരുമാനിച്ചു. അതുപോലെ അവർ അവരോടൊപ്പം എല്ലാ സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങി. എന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഹോട്ടലിനടുത്തുള്ള അരീന ഗോഡ എന്ന ബീച്ചിൽ കുളിക്കാൻ അവർ പദ്ധതിയിട്ടു. അങ്ങനെ മാർച്ച് 6-ാം തീയതി പുലർച്ചെ ഒരു 3 മണിയോടെ അവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും അവർ ഇറങ്ങി. അവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഒരുമിച്ച് കൂടിയിരുന്ന് എല്ലാവരും മദ്യപിക്കാൻ തുടങ്ങി. പിന്നീട് ഒരു 4:15 സുദീക്ഷയും മറ്റ് 7 സുഹൃത്തുക്കളും ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ ഈ 8 അംഗങ്ങളിൽ സുദീക്ഷ, സ്റ്റീവൻ ഇവർ ഒരിടത്തും മറ്റ് 6 പേർ മറ്റൊരു സ്ഥലത്തും കുളിക്കാൻ പോയി.
അങ്ങനെ ബാക്കിയുള്ള 6 പേർ നന്നായി കുളിച്ച് ഏകദേശം 5 മണിയോടുകൂടി ഹോട്ടലിലേക്ക് മടങ്ങി. എന്നാൽ സുദീക്ഷയും സ്റ്റീവനും പിന്നീട് വരാം എന്ന് പറഞ്ഞ് അവരുടെ കുളി തുടർന്നു. ഇപ്പൊ ഹോട്ടലിലേക്ക് വന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് സുദീക്ഷയുടെ സുഹൃത്തുക്കൾ അവർ വന്നതിനു ശേഷം കഴിക്കാം എന്ന് കരുതി അവർക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. എന്നാൽ സമയം കടന്നുപോയി. പക്ഷെ അവരെ കാണാനില്ല. അവളുടെ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ വല്ലാത്തൊരു ഭയം ഉണ്ടാകാൻ തുടങ്ങി. അവരുടെ പരിഭ്രാന്തി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ രാവിലെ ഒരു 9 മണിയോടുകൂടി സ്റ്റീവൻ മാത്രം ആ ഹോട്ടലിലേക്ക് ഒറ്റയ്ക്ക് വന്നു. സുദീക്ഷ കൂടെയില്ല. ഇത് കണ്ട സുദീക്ഷയുടെ സുഹൃത്തുക്കൾ സ്റ്റീവനോട് സുദീക്ഷ എവിടെയെന്ന് ചോദിച്ചു. ഇതിന് സ്റ്റീവൻ ഒരു ഞെട്ടുന്ന രീതിയിലുള്ള റിയാക്ഷൻ നൽകിയിട്ട് എന്ത്, സുദീക്ഷ ഇതുവരെ ഹോട്ടൽ വന്നില്ല എന്ന് ചോദിച്ചു. ഇല്ല, വന്നില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കുളിച്ചുകൊണ്ട് നിന്നത്. അപ്പോൾ പിന്നെ അവൾ മാത്രം എങ്ങനെയാണ് ഒറ്റയ്ക്ക് വരിക? അവൾ എവിടെയെന്ന് സ്റ്റീവനോട് തന്നെ ചോദിച്ചു. ഇപ്പോഴാണ് സ്റ്റീവൻ നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. അവനിങ്ങനെ ഓരോ കാര്യമായി പറയുന്തോറും സുദീക്ഷയുടെ സുഹൃത്തുക്കൾക്ക് അതിലൊന്നും വിശ്വാസം വരാതെ അവനെ തന്നെ നോക്കി നിന്നു. ഇവർ 6 പേരും മുറിയിലേക്ക് പോയതിനു ശേഷം അവനും സുദീക്ഷയും തിരമാലകളിൽ നീന്തുകയും കുളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു വലിയ തിരമാല വന്ന് അവരെ രണ്ടുപേരെയും കടലിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഇതുമൂലം അവർ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ബുദ്ധിമുട്ടാൻ തുടങ്ങി. പുറത്തു വരാൻ കഴിയാതെ രണ്ടുപേരും പരസ്പരം കൈകൾ മുറുകെ പിടിച്ചിരുന്നു. കുറച്ചു മിനിറ്റത്തെ പോരാട്ടത്തിനു ശേഷം സ്റ്റീവൻ സുദീക്ഷയെ സുരക്ഷിതമായി കരയിലെത്തിച്ചു. കരയിലെത്തിയ ശേഷം രണ്ടുപേരും ശ്വാസമെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് സുദീക്ഷ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇത് കണ്ട സ്റ്റീവൻ സുദീക്ഷയെ വിളിച്ചിട്ട് ആർ യു ഓക്കെ എന്ന് ചോദിച്ചു. എന്നാൽ സുദീക്ഷ യാതൊരു പ്രതികരണവും ഇല്ലാതെ ആ കരയോട് ചേർന്നവൾ നടക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന സ്റ്റീവൻ പെട്ടെന്ന് കുടിച്ച ഉപ്പുവെള്ളമെല്ലാം ഛർദ്ദിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അയാൾക്ക് തലവേദനയും തലകറക്കവും അനുഭവപ്പെട്ടു. ഉടൻ തന്നെ അയാൾ ആ ബീച്ചിലുണ്ടായിരുന്ന കസേരയിൽ കിടന്നുറങ്ങി. പിന്നീട് 8:45 അയാൾ കണ്ണു തുറന്നത്. അപ്പോഴാണ് തങ്ങൾ രണ്ടുപേരും കടലിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം സുദീക്ഷ കടൽക്കരയിലൂടെ നടന്നുപോയ കാര്യം അയാൾക്ക് ഓർമ്മ വന്നത്. ഒരുപക്ഷെ സുദീക്ഷ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടാകും എന്ന് കരുതി സ്റ്റീവനും ഹോട്ടലിലേക്ക് നടക്കാൻ തുടങ്ങി. ഇതാണ് സംഭവിച്ചത് എന്ന് അയാൾ സുദീക്ഷയുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു. പക്ഷെ അവൾ ഇതുവരെയും ഹോട്ടലിലേക്ക് വന്നില്ല എന്നറിഞ്ഞപ്പോൾ അയാൾ പോലും ഞെട്ടിപ്പോയി. എന്നാൽ സ്റ്റീവൻ പറഞ്ഞ ഇക്കാര്യങ്ങൾ കേട്ട് അവളുടെ സുഹൃത്തുക്കൾക്ക് ഒട്ടും വിശ്വാസം വന്നില്ല. ഉടൻ തന്നെ ആ ബീച്ചിലും ആ ഹോട്ടലിന് ചുറ്റും എല്ലായിടങ്ങളിലും സുദീക്ഷയെ തിരയാൻ തുടങ്ങി. 1 മണിക്കൂറോളം തിരഞ്ഞു. എവിടെയും അവളെ കണ്ടെത്താനായില്ല. അല്പം പോലും പിന്നെ താമസിച്ചില്ല. ഉടനെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി സ്റ്റീവനോട് കാര്യം ചോദിച്ചു. അവൻ സുഹൃത്തുക്കളോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞത്. അങ്ങനെ പോലീസ് ബീച്ചിലും അതിനടുത്തുള്ള വനത്തിലും എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞു. പോരാത്തതിന് കടലിനുള്ളിലും സുദീക്ഷയെ തിരയാൻ തുടങ്ങി. അവരുടെ തിരച്ചിൽ വേഗത്തിലാക്കാൻ കുറച്ച് ക്യാമറ ഫിക്സ് ചെയ്ത ഡ്രോണുകളും കൊണ്ടുവന്നു. ഇക്കാര്യങ്ങളെല്ലാം സുദീക്ഷയുടെ സുഹൃത്തുക്കളിലൂടെ അറിഞ്ഞ അവളുടെ മാതാപിതാക്കൾ ഉടൻ തന്നെ അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. എന്നാൽ സുദീക്ഷയെ അപ്പോഴും കണ്ടെത്തിയില്ല എന്നായിരുന്നു പോലീസ് പറഞ്ഞത്. ഇപ്പോൾ വല്ലാത്ത ദുഃഖത്തോടുകൂടി കരഞ്ഞുകൊണ്ട് അവരും ആ തിരച്ചിൽ പങ്കുചേർന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ സ്റ്റീവനും സുഹൃത്തും ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് പോയി. പക്ഷെ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന പോലീസ് അവരെ തടഞ്ഞു നിർത്തി അവരുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തു. കൂടാതെ കോടതി ഉടൻ തന്നെ അവരുടെ പാസ്പോർട്ട് റദ്ദാക്കി. പിന്നീട് പോലീസ് ആ ഹോട്ടലിൽ തന്നെ അവരെ ഹൗസ് അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ സുദീക്ഷയുടെ മാതാപിതാക്കൾ ഡൊമിനിക്കൻ സർക്കാരിനോട് തങ്ങളുടെ മകൾ മരിച്ചുവെന്ന് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരാം, സ്വന്തം മാതാപിതാക്കൾ എന്തിനാണ് അങ്ങനൊരു പ്രഖ്യാപനം നടത്താൻ ആവശ്യപ്പെടുന്നത് എന്ന്. ഇതുവരെയും അവളെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ സ്റ്റീവൻ അവളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് അവളുടെ മാതാപിതാക്കൾ സംശയിച്ചു. പക്ഷെ അവന്റെ മേൽ നടപടിയെടുക്കണമെങ്കിൽ സർക്കാർ അവൾ മരിച്ചുവെന്ന് പ്രഖ്യാപിക്കണം. എന്നാൽ ആ രാജ്യം ഇവരുടെ അഭ്യർത്ഥനയെ മാനിച്ച് പറഞ്ഞത്, ഒരു വ്യക്തി മരിച്ചു എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ ആദ്യം അവരുടെ ഡെഡ് ബോഡി കണ്ടെത്തണം, അല്ലെങ്കിൽ അവർ കാണാതായി കുറഞ്ഞത് 4 വർഷമെങ്കിലും പൂർത്തിയാകണം. അല്ലാത്ത പക്ഷം ഒരിക്കലും ഒരാൾ മരിച്ചുവെന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് സുദീക്ഷയുടെ മാതാപിതാക്കൾ നിരാശരായി. അങ്ങനെ മാർച്ച് മാസം 18 സ്റ്റീവന്റെ മാതാപിതാക്കൾ ഡൊമിനിക്കൻ കോടതിയിൽ ഹോവിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യുന്നു. അതായത് പോലീസ് അവനെ ഹൗസ് അറസ്റ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്, പൂട്ടിയിട്ടിരിക്കുകയാണ്. അവനെ കോടതിയിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടാണ് പെറ്റീഷൻ നൽകിയത്. ഇപ്പൊ മറ്റു മാർഗമില്ലാതെ പോലീസ് അവനെ കോടതിയിൽ ഹാജരാക്കി. എന്താണ് സംഭവിച്ചതെന്ന് ജഡ്ജി അവനോട് ചോദിച്ചു. എന്നാൽ അവൻ പറയുന്നത് ഒരുപക്ഷെ കള്ളമായിരിക്കാം എന്ന് സർക്കാർ അഭിഭാഷകൻ എതിർത്തപ്പോൾ സ്റ്റീവനെതിരെ നിങ്ങൾക്ക് ശക്തമായ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നായിരുന്നു ജഡ്ജി തിരികെ ചോദിച്ചത്. എന്നാൽ സുദീക്ഷയുമായി മദ്യപിച്ചത്, അവളുടെ കൂടെ ചേർന്ന് ബീച്ചിൽ പോയത്, ഹോട്ടലിൽ ഒരുമിച്ച് കറങ്ങിയത്,
ഇങ്ങനെയുള്ള CCTV ദൃശ്യങ്ങൾ മാത്രമേ പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ കടലിൽ രണ്ടുപേരും ചേർന്ന് കുളിച്ചതും കളിച്ചതും അപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിന്റെ CCTV ഫുട്ടേജ് ഒന്നും പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല. പുലർച്ചെ ആയതിനാൽ അവരെ കൂടാതെ പൊതുജനങ്ങളും അവിടെ ഇല്ലായിരുന്നു. ഇക്കാരണത്താൽ പോലീസിന് ഒരു ദൃക്സാക്ഷിയെ പോലും കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ജഡ്ജിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാതെ അഭിഭാഷകൻ ഇടറി. അവനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ശക്തമായ തെളിവുകൾ ആവശ്യമാണെന്നും പറഞ്ഞ് കോടതി അവനെ വിട്ടയച്ചു. ഇപ്പോൾ ഡൊമിനിക്കനിലെ അമേരിക്കൻ എംബസി വഴി ഒരു എമർജൻസി പാസ്പോർട്ട് വാങ്ങി ഉടൻ തന്നെ അവർ അമേരിക്കയിലേക്ക് പോയി. കൂടാതെ അവന്റെ സുഹൃത്തും അവരും പോലീസിൽ നിന്നും റിലീസായി അമേരിക്കയിലേക്ക് പോയി. ഒടുവിൽ തങ്ങളുടെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ ദുഃഖം നിറഞ്ഞ ഹൃദയത്തോടു കൂടി സുദീക്ഷയുടെ മാതാപിതാക്കളും അമേരിക്കയിലേക്ക് പോയി. എന്നിട്ടും ഡൊമിനിക്കൻ പോലീസ് അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. കൂടാതെ സുദീക്ഷയ്ക്ക് അമേരിക്കൻ പൗരത്വം ഉള്ളതിനാൽ അമേരിക്കയിലുടനീളം ഈ ഒരു വാർത്ത പടർന്നു. ആ രാജ്യത്തെ സോഷ്യൽ മീഡിയയും ആളുകളും എല്ലാം ഗൗരവമായി സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സാഹചര്യത്തിലാണ് പെട്ടെന്ന് സ്റ്റീവൻ, സുദീക്ഷ രണ്ടുപേരും കടലിൽ കുളിക്കുന്നതും കടലിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. എന്നാൽ ഇതിന്റെ വസ്തുത പരിശോധിച്ച ഏജൻസിയായ ഫ്രാൻസിലെ ഒരു മാധ്യമ കമ്പനി ഇത് റഷ്യയിൽ നിന്നുള്ള റിവിയേറ ബീച്ചിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞു. ഇതിലുള്ളത് സ്റ്റീവനും സുദീക്ഷയുമല്ല, അതിലുള്ളത് മറ്റേതോ ദമ്പതികളാണ്. ഇങ്ങനെയായിരുന്നു ആ പത്രക്കമ്പനി വ്യക്തമാക്കിയത്. യഥാർത്ഥത്തിൽ ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റീവന്റെ കുറ്റസമ്മതത്തിൽ യാതൊരു യുക്തിയുമില്ലായിരുന്നു. അവൻ പറഞ്ഞതുപോലെ അവൻ സുദീക്ഷയെ രക്ഷിച്ചതിന് ശേഷം അവൾ ബീച്ചിലൂടെ നടന്നു പോയെങ്കിൽ അവൾ എന്തുകൊണ്ട് ഹോട്ടലിലേക്ക് പോയില്ല? ഒരു പക്ഷേ അവൾ ബീച്ചിൽ നിന്നും ഹോട്ടലിലേക്ക് വരുന്ന വഴിയിൽ അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ അതിൻ്റെ സാധ്യതയും വളരെ കുറവാണ്. കാരണം ആരെങ്കിലും അവളെ ബീച്ചിൽ നിന്നും തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ അത് അവിടെ നിന്നും പുറത്തുണ്ടായിരുന്ന CCTV റെക്കോർഡായിട്ടുണ്ടാകണം. പക്ഷേ സംശയാസ്പദമായ വീഡിയോ ഒന്നും റെക്കോർഡും ചെയ്തിട്ടില്ല. ഒരു പക്ഷേ തിരമാലകൾ അവളെ കടലിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയതാണെന്ന് കരുതുക. മദ്യലഹരിയിലായിരുന്ന സ്റ്റീവൻ അത് മറന്നുപോയി അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്ന് വച്ചാൽ സുദീക്ഷയുടെ ഡെഡ് ബോഡി കരയിലേക്ക് വരേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയും സംഭവിച്ചിട്ടില്ല. ഇനി മറ്റൊരു രീതിയിൽ ചിന്തിക്കാം. ഒരുപക്ഷെ കടലിലെ സ്ട്രാവ് പോലുള്ള ഏതെങ്കിലും മത്സ്യം അവളുടെ ബോഡി കഴിച്ചിട്ടുണ്ടാകാം. അങ്ങനെയും സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ പോലും സ്റ്റീവൻ പറയുന്നുണ്ടല്ലോ അവളെ രക്ഷിച്ചുവെന്ന്. അപ്പൊ പിന്നെ അവൻ എന്തുകൊണ്ട് അങ്ങനെ പറയണം? ഇനി ഒരു പക്ഷേ സ്റ്റീവന് തലവേദന വന്നതുപോലെ സുദീക്ഷയ്ക്കും തലവേദന വന്ന് ബോധരഹിതയായാലും ആ ബോധം തെളിഞ്ഞ് അവൾ ഹോട്ടലിലേക്ക് വരേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അവൾ വഴിമാറി അവിടെയുള്ള വനത്തിൽ പോയതാണെങ്കിൽ കൂടിയും ഇത്രയും ദിവസമായിട്ടും ഡ്രോൺസ് വെച്ചൊക്കെ തിരഞ്ഞു. എന്നിട്ടും പോലീസിന് എന്തുകൊണ്ട് അവളെ കണ്ടെത്താൻ സാധിച്ചില്ല? ഇനി അതല്ല, സ്റ്റീവനുമായി കളിക്കുമ്പോൾ സത്യത്തിൽ ഈ ഒരു മദ്യലഹരിയിൽ അവൾ കടലിൽ മുങ്ങി മരിച്ചിട്ടുണ്ടാകും. ഇനി അത് പുറത്തു പറഞ്ഞാൽ താൻ പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അവളെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു, അവൾ ഒറ്റയ്ക്ക് നടന്നു പോയി എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടാകാം. ഈ സംശയങ്ങളുടെ എല്ലാം ഉത്തരം ലഭിക്കണമെങ്കിൽ സ്റ്റീവനെ പോലീസ് നന്നായി തന്നെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. ഒരു പോളിഗ്രാഫ് ടെസ്റ്റ് എങ്കിലും എടുത്തിരിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇതൊന്നിനും ഇപ്പോൾ വഴിയില്ല. സുദീക്ഷയുമായി അവനാണ് അവസാനം ഉണ്ടായിരുന്നത് എന്നതിന് സ്ട്രോങ് ആയ തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നും ചെയ്തില്ല എന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പൊ സ്റ്റീവനും അമേരിക്കയിലേക്ക് പോയി. ഇനി ഈ ഒരു കേസ് പരിഹരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ സ്റ്റീവൻ പറഞ്ഞത് നുണയായിരിക്കാം, അല്ലെങ്കിൽ അവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ സുദീക്ഷ ഹോട്ടലിലേക്ക് പോകുന്ന വഴി മറ്റാരെങ്കിലും അവളെ എന്തെങ്കിലും ചെയ്ത് അവളുടെ ഡെഡ് ബോഡി ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാകണം. പല വീഡിയോസിൽ പലതവണയായി ഞാൻ പറയുന്നത് പോലെ സ്ട്രേഞ്ചേഴ്സ് ആർ ഓൾവേസ് ഡേഞ്ചേഴ്സ്. ഒരു വെക്കേഷന് പോയ സ്ഥലത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സുദീക്ഷ പോലും ഒരല്പം ചിന്തിച്ചിട്ടുണ്ടാകില്ല. കാരണം അവളുടെ കൂടെ 6 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ യാതൊരു പ്രയോജനവുമില്ല. കഴിയുന്നത്ര നമ്മൾ സുരക്ഷിതരായിരിക്കുക. നമുക്കൊരു ലിമിറ്റൊക്കെ ഉണ്ടാകണം. മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ നമുക്ക് അറിയാവുന്നവർ ഒരാളെങ്കിലും കൂടെ ഉണ്ടാകണം. എപ്പോഴും ഓർത്തു വയ്ക്കുക, സ്ട്രേഞ്ചേഴ്സ് എപ്പോഴും ഡേഞ്ചേഴ്സ് ആണ്. ഇത് സുദീക്ഷ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൾ മിസ്സാകില്ലായിരുന്നു. യാതൊരു പരിചയവുമില്ലാത്ത സ്റ്റീവനെ യാതൊരു കാരണവുമില്ലാതെ പരിചയപ്പെടുന്നതിന് പകരം വെക്കേഷന് പോയി അവളുടെ സുഹൃത്തുക്കളോടൊപ്പം തന്നെ സമയം ചിലവഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൾ ഇന്നും ഉണ്ടാകുമായിരുന്നു. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സുദീക്ഷയ്ക്ക് സത്യത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഈ കേസിന്റെ ആദ്യം മുതൽ അവസാനം വരെയും കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാകുമല്ലോ. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് കാണാനായി വിക്യോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.